മലപ്പുറം തിരുവാലി പഞ്ചായത്തിൽ കോൺഗ്രസിനെതിരെ പ്രതിഷേധവുമായി മുസ്ലിം ലീഗ്. ടേം വ്യവസ്ഥയിൽ പ്രസിഡന്റ് സ്ഥാനം വേണമെന്ന ആവശ്യം അംഗീകരിക്കാത്തതിനാലാണ് പ്രതിഷേധം. കോൺഗ്രസ് ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കുന്നുവെന്നും നാളത്തെ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നും പ്രാദേശിക നേതൃത്വം പറഞ്ഞു. മലപ്പുറം തിരുവാലി പഞ്ചായത്തിൽ കോൺഗ്രസ് അർഹമായ പ്രാതിനിധ്യം മുസ്ലിം ലീഗിന് നൽകുന്നില്ല എന്ന ആക്ഷേപമാണ് മുസ്ലിം ലീഗ് നേതൃത്വം ഉന്നയിക്കുന്നത്. തിരുവാലി പഞ്ചായത്തിലെ മുസ്ലിം ലീഗ് നേതൃത്വം മീഡിയ കൊണ്ടൊപ്പം ചേരുകയാണ്. ഏത് ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത്? അല്ല, ഇങ്ങനെ ഒരു പ്രതിഷേധവുമായി രംഗത്ത് വരാനുണ്ടായ സാഹചര്യം നമ്മൾ UDF ആയിക്കൊണ്ട് തന്നെ തിരുവാലി പഞ്ചായത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് നേരിട്ടു. 100% UDF വിജയം കൈവരിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ വിജയം കൈവരിച്ച് ഒരു പ്രസിഡന്റ്ഷിപ്പിലേക്ക് പോകുമ്പം ലീഗിന്റെ പ്രാതിനിധ്യത്തോടു കൂടിയുള്ള ഒരു അവകാശം ഉന്നയിച്ചു. ഒരു 2.5 വർഷം പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. പക്ഷേ അത് യാതൊരു കാരണവശാലും അനുവദിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു മറുപടി കിട്ടിയതിനു ശേഷമാണ് ഇങ്ങനെ ഒരു പ്രതിഷേധവുമായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. നേരത്തെ തന്നെ ആവശ്യപ്പെട്ടതാണോ? ഇല്ല, തെരഞ്ഞെടുപ്പിന് മുമ്പ് അങ്ങനെ ഒരു ധാരണ ഒരു പഞ്ചായത്തിലും ഉണ്ടാക്കാറില്ല. സ്വാഭാവികമായിട്ടും നമ്മൾ ജയിച്ചു കഴിഞ്ഞാലല്ലേ നമുക്ക് എത്ര സീറ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടല്ലേ നമ്മൾ പ്രസിഡന്റ് വേണോ വൈസ് പ്രസിഡന്റ് വേണോ എന്നൊക്കെ തീരുമാനിക്കുക. നിലവിലെ സ്റ്റാറ്റസ് കോ പ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയോജക മണ്ഡലത്തിലെ സ്റ്റാറ്റസ് കോയിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ 2.5 വർഷം നിയോജക മണ്ഡലം MLA അതുപോലെ തന്നെ കോൺഗ്രസ് നേതൃത്വം. പക്ഷേ അതിന് എല്ലാവിധത്തിലുള്ള വിട്ടുവീഴ്ചക്കും ഞങ്ങൾ തയ്യാറായിട്ടുണ്ട്. ഇനി 2.5 വർഷം എന്നുള്ളതിലൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്താം എന്ന് പറഞ്ഞാലും അതിന് യാതൊരുവിധ പോംവഴികളും കാണില്ല എന്ന് കണ്ടപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ലീഗ് തയ്യാറാണ്. ടേം വ്യവസ്ഥയിലൊക്കെ വിട്ടുവീഴ്ച തയ്യാറാണ് 100%. കാരണം ജനങ്ങൾ നമ്മളെ വിശ്വസിച്ച് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിട്ടാണ് ഇങ്ങനത്തെ പഞ്ചായത്തും അതുപോലെ തന്നെ നിയമസഭയും നമുക്ക് കിട്ടുന്നത്. കാരണം എന്താണ്, നല്ല ഭരണം വരാൻ വേണ്ടിയാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ ജനങ്ങളോട് നമ്മൾ ഒരു വഞ്ചന കാണിക്കാൻ പാടില്ല. അപ്പോൾ ഏത് വിട്ടുവീഴ്ചക്കും ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ പ്രസിഡന്റ്ഷിപ്പിലെ ടേംസ് വ്യവസ്ഥയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ വരുത്താം. പക്ഷെ അതിനും തയ്യാറായില്ലെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടേതായ ചില തീരുമാനങ്ങൾ വരുമല്ലോ. ഒരു പാർട്ടി എന്നുള്ള നിലക്ക് പാർട്ടിയെ നിലനിർത്തലാണല്ലോ ഓരോ പാർട്ടി പ്രവർത്തകന്റെയും ഉദ്ദേശവും അതിനുവേണ്ടിയാണല്ലോ പ്രവർത്തിക്കുന്നത്. അപ്പൊ അതിന്റേതായ തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരും. ഈ കോൺഗ്രസും ലീഗും ചേർന്നാലേ ഭരണസമിതി വരാൻ സാധ്യതയുള്ളൂ. അപ്പോഴേ UDF സംവിധാനം വരികയുള്ളൂ. അത് നിങ്ങൾ മാറിയിരിക്കുമ്പോൾ UDF സംവിധാനത്തെ ബാധിക്കും. അല്ല, തീർച്ചയായിട്ടും മുസ്ലിം ലീഗ് 100% വിജയം കൈവരിച്ചു എന്ന് പറയും. 4 സീറ്റിലാണ് മത്സരിച്ചത്. ഈ 4 സീറ്റ് മുസ്ലിം ലീഗ് വിജയിച്ചിട്ടുണ്ട്. ആ മുസ്ലിം ലീഗ് ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ UDF സംവിധാനത്തിലുള്ള ഒരു ഭരണസമിതി കൊണ്ടുവരാൻ കഴിയുള്ളൂ. അതിൽ തർക്കമൊന്നുമില്ല. അപ്പൊ ഞങ്ങൾ മാറി നിൽക്കുകയോ മറ്റെന്തെങ്കിലും ചിന്തിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതൊരു സംശയവുമില്ല, മറ്റു പാർട്ടിക്ക് ആ ബോർഡ് പോകുമെന്നുള്ളത് സംശയവുമില്ല. അതായത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടത്തിയിരുന്നു. ഒരു അനുകൂല സമീപനം ഉണ്ടായില്ല. ചർച്ചകൾ ഞങ്ങൾ ഫസ്റ്റ് മുതൽ തന്നെ ഞങ്ങൾ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത് ശരിക്ക് മണ്ഡലാടിസ്ഥാനത്തിൽ നിന്നാണ്. അതിന് കാരണം ഉണ്ടായത് UDF നിലവില് സ്വാഗത സംഘം രൂപീകരിച്ചു കണ്ട ഒരു UDF കമ്മിറ്റി തെരഞ്ഞെടുപ്പിന് നേരിടാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായി നാളത്തെ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് തീരുമാനം. അതാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്.